ഒരു സാങ്കേതികവിദ്യ ഇഷ്ടപ്പെടുന്ന രാഹുൽ ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നും ഒരു പഴയ ഫോൺ വാങ്ങി. അയാൾ ഇതുവരെ കാണാത്ത ഒരു മോഡലായിരുന്നതുകൊണ്ട് കൗതുകം കൊണ്ടാണ് അവനത് വാങ്ങിയത്. ഫോണിൽ ഒരു യുവ ദമ്പതികളുടെ പഴയ വാൾപേപ്പർ ഉണ്ടായിരുന്നു. അവൻ ഫോൺ റീസെറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ചില ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോളാണ് അജ്ഞാത നമ്പറിൽ നിന്ന് മെസ്സേജുകൾ വരുന്നത്. ആദ്യം മെസ്സേജുകൾ അവ്യക്തമായിരുന്നു, എന്നാൽ പിന്നീട് അത് കൂടുതൽ വ്യക്തിപരമായി. മെസ്സേജുകൾ ദുഃഖം നിറഞ്ഞതായിരുന്നു. അതിൽ ലക്ഷ്മി എന്ന പേര് പലപ്പോഴും ഉണ്ടായിരുന്നു. അതേ നമ്പറിൽ നിന്ന് കോളുകൾ വരാൻ തുടങ്ങി. അവൻ ഫോൺ എടുത്തപ്പോൾ ശബ്ദമൊന്നും കേട്ടില്ല, നേരിയ കരച്ചിൽ മാത്രം കേട്ടു. അതൊരു തമാശയായിരിക്കുമെന്ന് അവൻ കരുതി. അവൻ ഫോൺ അവൻ്റെ കൂട്ടുകാരനെ കാണിച്ചു. അവൻ ആ ഫോൺ അവൻ്റെ മരിച്ചുപോയ ഒരു ബന്ധുവിൻ്റെയാണെന്ന് പറഞ്ഞു. അയാൾ തൻ്റെ കാമുകിയായ ലക്ഷ്മിയോടൊപ്പം ഒരു കാറപകടത്തിൽ മരിച്ചുവെന്ന് കൂട്ടുകാരൻ പറഞ്ഞു. മെസ്സേജുകളും കോളുകളും വീണ്ടും വന്നു. അവൻ എന്നെ കൊന്നു, സഹായിക്കൂ എന്ന് മെസ്സേജുകളിൽ എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. ലക്ഷ്മിയുടെ ആത്മാവ് ഫോൺ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുകയാണെന്ന് അവൻ മനസ്സിലാക്കി. ആ പ്രേതം ഫോണിലെ ഗാലറിയിൽ നിന്ന് ഒരു ചിത്രം അയച്ചു. അത് നേരത്തെ കണ്ട യുവ ദമ്പതികളുടെ ചിത്രമായിരുന്നു. പക്ഷേ ഇത്തവണ പുരുഷന്റെ മുഖം വികൃതമായിരുന്നു. അവൻ കൂട്ടുകാരൻ പറഞ്ഞ ആളല്ല, മറിച്ച് ഒരു കൊലയാളിയാണെന്ന് അവൻ അറിയാതെ തോന്നി. രാഹുൽ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതൊരു കാറപകടമല്ല, മറിച്ച് ഒരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കി. അസൂയ കാരണം ലക്ഷ്മിയുടെ മുൻകാമുകനാണ് അവളെ കൊല്ലാനായി കാറിൽ കൃത്രിമം കാണിച്ചത്. ലക്ഷ്മിയുടെ ആത്മാവ് അവസാനമായി ഒരു ഭീകരമായ മെസ്സേജ് അയച്ചു: അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേ നിമിഷം രാഹുലിന് ഒരു കോൾ വന്നു. ഇത്തവണ ഒരു പുരുഷന്റെ ശബ്ദം ദേഷ്യത്തോടെ അവനെ ആ വഴികളിൽ നിന്നും വിട്ടുനിൽക്കാൻ പറഞ്ഞു. രാഹുൽ ഭയന്ന് ഫോൺ തകർത്തു. ആ പ്രേതം അപ്രത്യക്ഷമായി. ലക്ഷ്മിയുടെ ആത്മാവിന് സമാധാനം കിട്ടി. പക്ഷേ രാഹുലിന് ആ ദുരൂഹമായ രഹസ്യം മറക്കാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക വിദ്യകൾക്ക് രഹസ്യങ്ങളടക്കം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അവന് മനസ്സിലായി.